അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എത്രയോ നാളുകൾക്ക് മുമ്പേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് 2020 എന്നതും അത് കിഴക്കമ്പലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ 2020 ചേരുന്നു എന്ന വാർത്തകളും മറ്റും വന്ന സമയത്ത് ഒരുപാട് പേർ എന്നെ പല സ്ഥലത്തു നിന്ന് വിളിച്ചു, ചേട്ടാ ഗംഭീര തീരുമാനമാണ്, ഞങ്ങൾ കിഴക്കമ്പലത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പം ഒരാൾ പറയുകയും പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് പ്രയാസം. ഇത് നമ്മളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കമ്പലത്ത് തന്നെ അതിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു മിനിയേച്ചർ വേർഷൻ, ഭാവിയിലെ കേരളം എന്താകണം എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് കിഴക്കമ്പലത്ത് 2020 കാണിച്ചത്. അപ്പം സാബു ജേക്കബിന്റെ വിഷനും 2020യുടെ കാഴ്ചപ്പാടും ഈ രീതിയിൽ വരുമ്പോൾ എന്നെ കണക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും ചേരാനും ഇതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആശയം നിലവിൽ കേരളത്തിലില്ല. ആ സന്തോഷമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നെ പോലെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തലമുറ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊപ്പം നിന്നുകൊണ്ട്, അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നത്. അങ്ങനെ പലപ്പോഴായിട്ട് എനിക്ക് സംഖ്യവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ സംഖ്യയാണെന്നുള്ള വിളികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വിഷയത്തിന്റെ മെറിറ്റിലാണ് എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുള്ളത്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്.